അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ എണീച്ചതാ ഞാൻ കിച്ചണിലത്തെ വാതിലൊക്കെ ഒന്ന് തുറന്നെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെയും ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട്. നല്ല എയർ പാസ്സൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം നേരെ സിറ്റൗട്ടിൽ പോയി ഇനി നമ്മൾ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങണം. ചായ ഇല്ലാത്തൊരു ദിവസമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇല്ല, ചായ ഇല്ലാത്തൊരു ദിവസം നമുക്കില്ല കേട്ടോ. ചായയിൽ തുടങ്ങിയാൽ ഒരു ഉഷാറ് കിട്ടുള്ളൂ. ചായ ചോറ് ഇതൊക്കെ കഴിച്ച് ഓക്കെ. അപ്പോൾ എന്തായാലും വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങൾ പറയുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ സിറ്റൗട്ട് വേഗം അടിച്ചു വാരി ആ ചവിട്ടിയൊക്കെ ഒന്ന് വേഗം കുടഞ്ഞ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ജിമ്മിന് പോയിട്ടില്ല കേട്ടോ ഇന്ന്. ഇനിയിപ്പോൾ ഞാൻ നോമ്പൊക്കെ കഴിഞ്ഞിട്ടേ പോകണുള്ളൂ എന്നുള്ളൊരു പ്ലാനിലാണ്. കാരണം ഇനിയിപ്പോൾ എന്തായാലും 1 വീക്ക് അല്ലേ ഉള്ളൂ, വെറുതെ എന്തിനാണെന്ന് വിചാരിച്ച് ഓക്കെ കാര്യമായിട്ട് ചേഞ്ച് ഒന്നുമില്ല. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, സൂപ്പറാണ് പോണതൊക്കെ. ഇനിയിപ്പോൾ ഞാൻ പോകാത്ത സമയത്ത് വെറുതെയും ഞാൻ പോണ സമയത്ത് സൂപ്പറും അല്ലേ. അപ്പോൾ വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് നല്ല പൊടിയുണ്ട്. മാസ്ക് ഒക്കെ ഇട്ടിട്ട് അടിച്ചു വാരേണ്ട ഒരു പ്ലേസ് ആണ്. പക്ഷേ ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. മാഷാല്ലാ നമുക്കുണ്ടല്ലോ ഒത്തിരി ഓർഡേഴ്സാണ് വരുന്നത്. നമ്മുടെ ഗീ ഭയങ്കര നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ബട്ടറും ഗീയും ഉണ്ട് കേട്ടോ, അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ. സോ നമ്മുടെ ഗീയും ബട്ടറും ഒക്കെ വേണമെന്നുള്ളവർ എന്തായാലും നമുക്ക് വാട്സപ്പ് ചെയ്യാൻ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ റേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റേറ്റ് നമ്മൾ വാട്സപ്പ് വഴിയാണ് കേട്ടോ കൊടുക്കുന്നത്. ഓരോരുത്തർക്ക് കമൻറ്റ് വഴി കൊടുക്കൽ നമുക്ക് പോസിബിൾ അല്ല, അറിയാലോ. ഒരുപാട് കമൻറ്റ് അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ മാക്സിമം ഞാൻ കൊടുക്കാൻ ശ്രമിക്കും. എന്നിട്ടും നമുക്ക് ചിലപ്പോൾ പറ്റുണ്ടാവില്ല കേട്ടോ. പിന്നെ ഓർഡർ എടുക്കുന്നതിൻ്റെ ബിസിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ പക്ക ബിസി ആയി പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് റിപ്ലൈ തന്നിട്ടുണ്ടാവില്ല. FBയിൽ ഞാനത് തരാം കേട്ടോ. ഇൻസ്റ്റയിൽ ഞാൻ കാണുന്നതിന് അപ്പം റിപ്ലൈ കൊടുക്കുന്നുണ്ട്, FBയിലാണെങ്കിലും കൊടുക്കുന്നുണ്ട്. കുറേ പേര് റേറ്റ് ചോദിച്ചിട്ട് തന്നെയാണ്. അപ്പം ഞാൻ നമ്മുടെ ബോട്ടിലിൻ്റെയൊക്കെ പിക്കൊക്കെ ഇടുമ്പോൾ അതിൻ്റെ താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഡയറക്റ്റായിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ നല്ലതാണ്. FBയിൽ നമുക്ക് ഒരുപാട് വരുമ്പോൾ എവിടെ എന്ത് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കേട്ടോ പറയണത്. അങ്ങനെ രാവിലെ എണീച്ച് പകുതിയിലേറെ പണികൾ തീർത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു വാരൽ കഴിഞ്ഞാൽ തന്നെ പകുതി പണി തീർന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നമുക്ക് ഒത്തിരി കോമ്പൗണ്ട് ഉള്ളതല്ലേ. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്നും അടിക്കില്ല, എന്നാലും പകുതിയോളം ഞാൻ അടിക്കും. രാവിലെ ജിമ്മിൽ പോവാതിരുന്നാൽ. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടിച്ചു വരാൻ ഒന്നരാടം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ സമയം ഉണ്ടാവാറുള്ളൂ. അപ്പം ഞാനിനി എന്തായാലും നോമ്പൊക്കെ കഴിഞ്ഞ് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ്. പഠിച്ച തമ്പുരാനെ അറിയാം നോമ്പ് കഴിയുമ്പോൾ ചില ആൾക്കാർ വെയിറ്റ് ഗെയിൻ ആവുമല്ലോ, അതേപോലെ ഞാനും ആവുമോ എന്നുള്ളത് ആർക്കറിയാം. ഇപ്പം എന്തായാലും അതൊക്കെ വിടാല്ലേ. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക. നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഒത്തിരി ഉമ്മമാരാട്ടോ നമ്മളെ വിളിച്ച് സംസാരിച്ച് എനിക്ക് പറ്റുന്ന കോൾസൊക്കെ ഞാൻ എടുത്തു. എല്ലാ കോളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ചില ആൾക്കാരൊക്കെ നമ്മളോട് സംസാരിക്കണ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. നമ്മുടെ വീട്ടിലുള്ള എന്താ പറയുക ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം അതേപോലെയാണ് കേട്ടോ സംസാരിക്കുന്നത്. ഡെയിലി വ്ളോഗ് കാണാറുണ്ട്, എല്ലാ വീഡിയോസും കാണാറുണ്ട്, കുക്കിങ്ങിൻ്റെയൊക്കെ കാണാറുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഇരട്ടി ഹാപ്പിയാണെന്ന് പറയാം. അങ്ങനെയാണ് കേട്ടോ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഗീ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എൻ്റെ ഗീൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മളെ അടുത്ത് ഓർഡർ തരുന്നുണ്ട്. എന്തായാലും ജിനിയുടെ ഫസ്റ്റ് ബിസിനസ് അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് അല്ല, ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് ഫസ്റ്റാണ് തുടങ്ങുന്നത്, ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു ബിസിനസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് നോക്കാൻ മേടിച്ചവരുണ്ട്. എന്തായാലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മളൊരു പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ
ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ആൾക്കാരുണ്ട് എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ഇനി എനിക്ക് നല്ല കോൺഫിഡൻറ്റോട് കൂടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ള ഒരു സംഭവം കൂടെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുതിര വെച്ചിട്ട് ഒരു മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വലിയ ജീരകം, വലിയുള്ളി, തക്കാളി, ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ കുതിർത്തിയ മുതിര, ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു 4-5 വിസിൽ അടുപ്പിച്ചെടുക്കുക. മുതിര മസാലക്കറി ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇതിലേക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർത്തി കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആണ്. അപ്പോൾ വിസിൽ വരാൻ വേണ്ടി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ ബ്രെഡാണ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ബ്രെഡും പീനട്ട് ബട്ടറും പഴം കൂടിയാണ് കേട്ടോ ഇന്ന് ഞാൻ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വീറ്റ് ബ്രെഡ് ആണെങ്കിൽ ഇതൊരു ഡയറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം പീനട്ട് ബട്ടറും ഒരു സാൻഡ്വിച്ച് ആക്കി കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് അത്യാവശ്യം ഫില്ലാകും. നോമ്പ് സമയത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതാ ഈ ഒരു സംഭവത്തിൻ്റെ ഡേറ്റ് കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചതാ. നോക്കുമ്പോൾ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. ഉമ്മയാണ് കാണിച്ചു തന്നത് കേട്ടോ, ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും അത് കിച്ചണിലോട്ട് തന്നെ കൊണ്ടുവന്നിട്ട് കുട്ടികൾക്കുള്ള കഴിക്കാനൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അതിനുശേഷം ഇനി അയൻകുട്ടിക്ക് കഴിക്കാൻ കൊടുക്കണം. റിഹാനിക്കും അവിടെ സെറ്റാക്കി കൊടുക്കണം കേട്ടോ കഴിക്കാൻ. പിന്നെ റിഹാൻ ഇപ്പോൾ ഫുഡ് കൊണ്ടുപോകാറേയില്ല. ഈ വെള്ളിയാഴ്ചയോടുകൂടി അവൻ്റെ റെഗുലർ ക്ലാസ് കഴിഞ്ഞു എന്നാണ് അവൻ പറയുന്നത്. പിന്നെ ബർത്ത്ഡേ സമയത്ത് ഫ്രണ്ട്സൊക്കെ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രേ. ഞാൻ ഈ വെള്ളിയാഴ്ച എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഫുഡ് ആക്കി കൊടുക്കാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു ബർത്ത്ഡേ സമയത്ത് വരും, അപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ. പിന്നെ എന്താണ്, വീഡിയോയിൽ സംസാരം കേൾക്കാൻ പൊളിയാണ്, സൗണ്ട് അടിപൊളിയാണ്, താങ്ക് യു സോ മച്ച്. എന്താ പറയുക, ഈ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ, ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സൗണ്ട് പിടിച്ചാൽ കിട്ടൂല കേട്ടോ, അത് പോയി പോകും. അങ്ങനെ നമ്മുടെ വിസിൽ വന്ന് ആവിയൊക്കെ പോയ ശേഷം ഞാനിതാ മുതിര ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ പൊട്ടറ്റോ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചും കൂടി എടുത്തിട്ടുണ്ട്. കറിക്കൊക്കെ നല്ല തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കുന്നത്. അയൻകുട്ടി പിന്നെ ചപ്പാത്തി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അത് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തി ജസ്റ്റ് ഒന്ന് എണ്ണ തടവി ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ചപ്പാത്തിക്ക് ഒരു പഞ്ഞുമില്ല കേട്ടോ. എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഫുഡ് ഉണ്ടെങ്കിൽ അത് ചപ്പാത്തിയാണ് കേട്ടോ. രണ്ടുപേരും ഒരേ ടൈമിൽ തിരിഞ്ഞു നോക്കിയത് കണ്ടോ. അങ്ങനെ പിള്ളേർ പോയി. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനും മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ പറഞ്ഞിട്ട് വളരെയധികം റിസ്ക് എടുത്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഒരു പ്രാവശ്യം ഗീ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യണം. ഇനിയിപ്പോൾ കുറേ നെഗറ്റീവ് കമൻറ്റ് വരുമോ ഒന്നും അറിയില്ല. കാരണം ഒരു ബിസിനസ് നമ്മൾ വളർത്തിയെടുക്കുമ്പോഴായിരിക്കും അതിൽ കുറേ ആൾക്കാർക്ക് ദേഷ്യവും ഇഷ്ടമില്ലായ്മയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷനൊക്കെ തീർക്കുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും യൂസ് ചെയ്തിട്ട് മാത്രം നമ്മുടെ ഗീക്കുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക, റെക്കമെൻഡ് ചെയ്യുക. ഇഷ്ടമായി കഴിഞ്ഞാൽ മാത്രം റെക്കമെൻഡ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്നല്ലല്ലോ പറയുക, കൗണ്ടർ ടോപ്പ്. ഓക്കെ, എനിക്ക് പ്ലാറ്റ്ഫോം എന്നാണ് കേട്ടോ പെട്ടെന്ന് വരിക. കൗണ്ടർ ടോപ്പിലത്തെ ഈ ബ്ലാക്ക് ഷീറ്റ് മാറ്റിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേ മാറ്റിയിട്ട് ഞാൻ ഇതൊന്ന് സെറ്റാക്കിയതാണ്. അതേ ഏറെക്കുറെ അതിൻ്റെ ജീവൻ കഴിഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതാ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കുറേ പേര് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ വാട്സപ്പ് വഴി. ഞാൻ അത് വെച്ചിട്ട് പറയാം. പിന്നെ കുറേ പേര് സൂപ്പർ ഫുഡ് എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ണൂർക്ക് ഡെലിവറി ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഐശ്വര്യമുള്ള വീടാണ്. അത് ജിനി ക്ലീൻ ആക്കുന്നത് കാണുമ്പോൾ ഈ കുരുപ്പിനോട് ഇഷ്ടം കൂടി വരുന്നു. ജിനി തടി കുറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല മുത്തേ. ബാക്കിയൊക്കെ എനിക്ക് സന്തോഷമാണ്. തടി കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കത്, കാരണം ഞാൻ തടി കൂടിയിട്ടുണ്ട്, വെയിറ്റ് കൂടിയിരിക്കുകയാണ്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി,
അതുകൊണ്ടാണ് ഞാൻ ജിമ്മ് തൽക്കാലം നിർത്തിയേക്കുന്നത്. കാരണം എനിക്കിപ്പോൾ ഫുഡ് കൺട്രോൾ നടക്കുന്നില്ല. ഞാൻ എന്ത് സ്ട്രെസ് വന്നാലും ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ജിമ്മ് പോയി ചെയ്തു കഴിഞ്ഞാൽ വെയിറ്റ് നന്നായിട്ട് കൂടുക ചെയ്യുക കേട്ടോ. അപ്പൊ ഞാനിപ്പോ ചെറിയൊരു ഡയറ്റും എടുത്തിട്ട് ജിമ്മ് നിർത്താന്ന് വിചാരിച്ചിട്ടാ. ഇനി നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ചമ്മന്തിയുടെ റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, തൊണ്ടയ്ക്ക് എന്തോ പറ്റി. നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചതാണ്. നമ്പർ എവിടെ ചോദിക്കുന്നുണ്ട്. നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. വാൾപേപ്പർ മാറ്റിയോ, കൗണ്ടർ ടോപ്പിൽ ഒട്ടിച്ച ബ്ലാക്ക് ഷീറ്റ് മാറ്റി. റേറ്റ് എത്ര? 250 ഗ്രാമിന് ചോദിക്കുന്നുണ്ട്. 280 രൂപയാണ്. വിത്ത് ഷിപ്പിംഗ് ചാർജും ഉണ്ടാവും കേട്ടോ. അതിന് നമുക്ക് ഓരോന്നിനും ഇങ്ങനെ റേറ്റ് പറയാൻ പറ്റില്ല. ബട്ടറും ഉണ്ട്. ബട്ടറിനും ഇതുപോലെ റേറ്റ് പല രീതിയിലാണ് വരുന്നത്, പല വെയിറ്റിന് കേട്ടോ. അങ്ങനെ മാറിപ്പോകരുത് കേട്ടോ. പല വെയിറ്റിന് പല റേറ്റ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഇടുമ്പോൾ കുറേ പേര് നമ്മളെടുത്ത് എൻക്വയറി ആയിട്ട് വരുന്നുണ്ട്. കമന്റ് ബോക്സിലും അല്ലാണ്ടും ഒക്കെ വരുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഓർഡർ കൊടുത്ത ആൾക്കാർക്കൊക്കെ കിട്ടാൻ പോകുന്നുണ്ടാവുള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ വേഗം ഇനി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം. ഞാൻ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ക്ലീൻ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു നമുക്ക് ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്ന കാരണേ ഞാൻ കുറച്ചധികം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഉമ്മാക്കും ഉപ്പാക്കും കഴിക്കാൻ കൊടുത്തു. ഞാൻ ഒരു കാര്യത്തിൽ മാത്രം അങ്ങനെ വലിയ കോംപ്രമൈസ് ചെയ്യാറില്ല. ഫുഡ് കറക്റ്റ് ടൈമിന് ഞാൻ കൊടുക്കാറുണ്ട്. എൻ്റെ കാര്യങ്ങൾ ഞാൻ മാറ്റി വെച്ചാലും ഇനിയിപ്പോൾ ഞാൻ കഴിക്കണത് കുറച്ച് വൈകിയാലും അവർക്ക് ഞാൻ എപ്പോഴും കറക്റ്റ് ടൈമിന് തന്നെ കൊടുക്കാറുണ്ട്. അത് ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ. അതേപോലെ തന്നെ പലർക്കും ഉള്ളൊരു ക്വസ്റ്റ്യന് അല്ലെങ്കിൽ ഒരു അതിശയം തോന്നിപ്പിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നേ എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഫസ്റ്റത്തെ കാര്യം ടൈം മാനേജ്മെന്റ്, സെക്കൻഡത്തെ കാര്യം നമ്മൾ രണ്ട് കൈയും തലയും എല്ലാം ഒരുമിച്ച് യൂസ് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഇപ്പം തന്നെ നോക്കൂ, ഞാൻ അടിച്ചു വാരുകയാണ്. ആ സമയത്ത് ഞാൻ ഒരു ഭാഗത്ത് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് എൻ്റെ ബിസിനസ് പാർട്ണറോട് ഞാൻ സംസാരിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. പിന്നെ കുക്കിംഗ് ടൈമിലൊക്കെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ സ്പീക്കർ ഓണാക്കി അവിടെ വയ്ക്കും, സംസാരിക്കും. പിന്നെ ഉമ്മാക്കും താത്താക്കും അനിയത്തിക്കൊക്കെ വിളിക്കണത് ഇപ്പം കുറച്ച് ദിവസങ്ങൾ ഇടവിട്ടിട്ടാണെങ്കിലും ഉമ്മാക്ക് ഡെയിലി വിളിക്കും, അല്ലാണ്ട് താത്താക്ക് അനിയത്തിക്കൊക്കെ വിളിക്കും. അവരും അവരുടേതായ രീതിയിൽ ബിസിയാണ്. പക്ഷെ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ മണിക്കൂർ കണക്കിന് സംസാരിക്കാറുണ്ട്. എസ്പെഷ്യലി ഇത്താനോട്. പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവളോടുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിലൊന്നും ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല, കുറവ് വരുത്തിയിട്ടില്ല. കാരണം നമ്മളോട് ആരും സംസാരിക്കാനില്ലെങ്കിലുള്ള ഒരു വിഷമം അത് വേറെ തന്നെയാണ്. അങ്ങനെ ഇതിന്റെ ഇടയിൽ ഞാൻ ലഞ്ചും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാന്ന് വിചാരിച്ചിട്ടോ. മുരിങ്ങക്കായും പരിപ്പും ഇട്ടിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ലഞ്ച് ഉണ്ടാക്കാൻ ഏകദേശം 12 മണിയൊക്കെ ആയിരുന്നു. അതിന്റെ ഇടയിൽ എൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീഡിയോസിന്റെ ലെങ്ത് എന്താ കുറവ്, അളവ് എന്താ കുറവ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ഞാൻ സെറ്റ് ആക്കിയിട്ട് വരും കേട്ടോ, പ്രത്യേകിച്ച് FB-ല്. പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ 1.5 വ്ളോഗ് ഇടുന്നത്. അതും ഞാൻ മാറ്റിയിട്ട് ഡെയിലി തന്നെ ഇടും. പക്ഷെ നമ്മുടെ ലെങ്ത് 20 മിനിറ്റ്, അത് 15 മിനിറ്റ് ഇതിൻ്റെ ഉള്ളിലായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ ഡെയിലി ഇടാനും മാക്സിമം നോക്കും കേട്ടോ. ഡെയിലി അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് യൂട്യൂബ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവുള്ളൂ. ഏതൊരാളും യൂട്യൂബ് ചാനലിൽ തുടങ്ങുമ്പോൾ ഒരു പാഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. പക്ഷെ ഏണിങ്സ് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഏണിങ്സിന് വേണ്ടിയിട്ട് മാത്രം തുടങ്ങിക്കഴിഞ്ഞാൽ അത് മടുക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊക്കെ തുടങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തുടങ്ങുക. ആദ്യം ഇതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുക, എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ടാൽ മതി. വെറുതെ ഇഷ്ടമല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ പൃഥ്വിരാജിന്റെ സിനിമയിൽ നസ്രിയ പറയുന്ന പോലെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനോടൊരു ലവ് വേണം, എന്നാലേ നമുക്കത് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും
നമുക്ക് ഒരുപാട് കാലം നിലനിർത്താൻ പറ്റൂല. ഞാൻ ഈ ഒരു കേസിൽ എനിക്കത് നന്നായിട്ട് മനസ്സിലായ കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയിൽ ഞാൻ കുറച്ച് ജീരകമൊക്കെ ചേർത്ത് അരച്ചിട്ടുണ്ട്. ഇനി ഇത് കടുക് താളിച്ചെടുത്താൽ മതി. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അവിടെ എഗ്ഗ് ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ടും കൂടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാല ഇല്ലേ, അതൊന്ന് ആക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ 2-3 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചോറും റെഡി. ഇനിയിപ്പോൾ നമുക്ക് വേഗം പോയി തുടയ്ക്കലും ഒക്കെ ചെയ്തെടുക്കണം. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇനിയും എൻ്റെ കാര്യങ്ങൾ ഫുള്ളായിട്ട് ഒരു കറക്റ്റ് ടൈം ടേബിൾ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനിയും ഇതൊന്ന് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷമാണ് ടൈം മാനേജ്മെൻ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അവർക്ക് കഴിക്കാൻ കൊടുത്തു. അതിനുശേഷം ഞാനും പോയി കുളിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒരു ചിക്കൻ്റെ റെസിപ്പിയും കൂടി ഇട്ടു എന്ന് മാത്രം കേട്ടോ. നമ്മുടെ മുകളായി ചിക്കൻ ഞാൻ ഇത് ചെയ്തോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ല. എല്ലാ പൊടികളും ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ, അതായത് ഞാൻ അപ്ലോഡ് ചെയ്തോ എന്നുള്ളതാണ് കേട്ടോ എനിക്ക് ഓർമ്മയില്ലാത്തത്. എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, ഇല്ലെങ്കിൽ ഒന്നുകൂടെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം എന്തായാലും ഉള്ളി പൊരിച്ചെടുക്കുന്നുണ്ട്. ചിക്കനിലെല്ലാം മസാലയും പുരട്ടി അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഉള്ളി ഒന്ന് പൊരിച്ചെടുത്തിട്ട് ഈ ഉള്ളിയും എല്ലാം ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ വേണ്ടത്. അപ്പോൾ ഉള്ളി ഇടുമ്പോൾ അതിലേക്ക് എന്തൊക്കെ വേണ്ടതെന്നുള്ളതും കൂടെ ഞാൻ ഇതിൽ പറയാം. അതേപോലെ നമുക്ക് FBയിൽ ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. നമ്മുടെ വ്ളോഗിന് തന്നെയാണ് കേട്ടോ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ വീഡിയോ കാണുന്നത് മുസ്ലിം ആൾക്കാർ മാത്രമല്ല, പിന്നെ എന്തിനാണ് ഈ അസ്സലാമു അലൈക്കും പറയുന്നത് എന്നല്ലേ. എനിക്ക് അത് കേട്ടപ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ തോന്നിയത്. മുസ്ലിം ആൾക്കാർ മാത്രം പറയേണ്ട ഒരു വാക്കൊന്നും ഈ അസ്സലാമു അലൈക്കും എന്ന് വലൈക്കും അസ്സലാം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അർത്ഥാക്കുന്നത് നിങ്ങൾക്ക് നല്ലത് വരട്ടെ, അതേപോലെ തന്നെ തിരിച്ചു നമ്മളോടും അങ്ങനെ തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടാട്ടോ ഞാൻ പറയുന്നത്. അതിപ്പോൾ നമ്മൾ മുസ്ലിം ആൾക്കാരോട് മാത്രമല്ല അത് പറയുന്നത്, നമുക്ക് ആരോട് വേണമെങ്കിലും പറയാം. നമ്മളെ സ്നേഹിക്കുന്ന ആരോട് വേണമെങ്കിലും നമുക്കത് പറയാം കേട്ടോ. ഇപ്പൊ ഹലോ, ഹായ്, നമസ്കാരം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു രീതിയിൽ തന്നെ അതിനെ കണ്ടാൽ മതി. നമ്മളെ ഒരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ അവിടെ അടക്കം മതത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ അല്ലാത്തൊരു അവസ്ഥയാണ് അല്ലേ അത്. എന്തായാലും എനിക്ക് ഈ മതത്തിനെ കുറിച്ചും കൂടുതലായിട്ട് എൻ്റെ ചാനലിലൂടെ സംസാരിക്കാൻ യാതൊരു താല്പര്യമല്ല കേട്ടോ. ഞാൻ എല്ലാവരും ഒരേപോലെ കാണുന്ന ഒരാളും കൂടിയാണ്. പിന്നെ അതുപോലെ എന്താ കൊതിപ്പിക്കുന്നു, തിരുവനന്തപുരം അവൈലബിൾ ആണോ ചോദിക്കുന്നുണ്ട്. അതേ, ഗീ എല്ലായിടത്തും ഓൾ ഇന്ത്യ അവൈലബിൾ ആണ്. ലക്ഷദ്വീപിലേക്ക് വരെ നമ്മൾ ഗീ അയച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ഉള്ള ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയാ. അതുപോലെ ജമ്മു കാശ്മീർ, പിന്നെ നമ്മുടെ അങ്ങനെ കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെടുത്ത് കുറേ സൂപ്പർ അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ മുകളായി ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് അല്ലേ. അതിൻ്റെ റെസിപ്പി ഇതാ വേറെ എന്തെങ്കിലും സംസാരിച്ചിട്ടിരുന്നാൽ ഇതുതന്നെയാണ് പ്രശ്നം. അങ്ങനെ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു കേട്ടോ. അതായത് പരിപ്പ്, തൈര്, പയറുപ്പേരി, ചമ്മന്തി, നമ്മുടെ മുതിര, എഗ്ഗ്, അച്ചാർ. ഇത് ഞാൻ എന്തിനാണ് ഇവിടെ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഈ ഒരു അതിനെന്താ ഗ്ലൗസ് അല്ലേ, അങ്ങനെ റെഡ് അല്ല കേട്ടോ മറ്റേത്. അതായത് എനിക്ക് ഒരു ദിവസം ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്താ നോക്കുമ്പോൾ കുക്കറി ഷോ ഉണ്ട്, ജിനിക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. കുക്കറി ഷോ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു സംഭവം. ഞാൻ ചാനലൊക്കെ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ തോന്നുന്നു കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അല്ല, ചാനൽ തുടങ്ങിയിട്ട് തന്നെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അപ്പോൾ ഞാൻ ഓക്കെ താല്പര്യമുണ്ട്, എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ അവരിതാ ഒരു ലിങ്ക് അയച്ചു തന്നു. ഈ ലിങ്കിലുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ അതിൽ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ വീട്ടാവശ്യങ്ങൾക്കുള്ള പ്രോഡക്റ്റ് തന്നെയല്ലേ എന്നും പറഞ്ഞ് ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. ഏപ്രൺ, പിന്നെ ഒരു തൊപ്പി, പിന്നെ ഒരു പിന്നെ ന്യൂഡിൽസ്, അത് ഇത് പറഞ്ഞിട്ടൊക്കെ ഒക്കെ പർച്ചേസ് ചെയ്തു. അപ്പോൾ അവർ നെക്സ്റ്റ് പറഞ്ഞത് ഇതെല്ലാം ഇട്ടിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, വേഗം അയച്ചു കൊടുത്തു. വീഡിയോ ഒക്കെ ഇട്ട് നല്ല വെറൈറ്റി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് അയച്ചു കൊടുത്തു. പിന്നെ അവരടുത്ത ഡിമാൻഡ്
എന്നിട്ട് അവർ അടുത്തത് ജിനിനെ ഫസ്റ്റ് ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. സ്റ്റാറ്റസ് ഇടലും ഇനിയിപ്പോൾ എല്ലാവർക്കും എന്നെ കുക്കറി ഷോയിൽ കാണാമല്ലോ എന്നൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ഒരു ഇത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അത് വൻ തട്ടിപ്പായിരുന്നു എന്നുള്ളത് കേട്ടോ. അവരുടെ പ്രോഡക്റ്റ് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് പാവങ്ങളെ പറ്റിക്കുകയായിരുന്നു അവർ. അതൊക്കെ പോയി. എനിക്ക് വലിയ യൂസ്ഫുള്ളൊന്നുമില്ല, എന്നാലും ഇപ്പം ഞാൻ അടുക്കളയിലേക്ക് അത് എടുത്ത് കൊണ്ടുവന്നതാ, എന്തെങ്കിലുമൊക്കെ ഉപകാരത്തിനാവട്ടെ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ കുക്കറി ഷോ പറ്റിച്ചൊരു കഥയാണ് കേട്ടോ ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജും ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേപോലെ തന്നെ നമ്മുടെ ഗീൻ്റെ ബിസിനസ്സും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഇനി ഞാൻ ഓർഡർ എടുത്ത പാക്ക് ചെയ്ത കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ സൂപ്പറായിരിക്കുമല്ലോ കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.